Hello guys, hi guys and how are you? It's me, Vlogger Kittu here with a new video guys. Guys, അപ്പോൾ ഈ പുതിയ കോലം എങ്ങനെയുണ്ട്? ലൈറ്റൊക്കെ കറക്റ്റ് ഇങ്ങോട്ട് അടിക്കുന്നതുകൊണ്ട് നല്ലോണം തിളക്കമൊക്കെ ഉണ്ടല്ലേ. കുറച്ച് കാലത്തേക്ക് ഒന്ന് കുട്ടി ആവാമെന്ന് വിചാരിച്ച് താടിയൊക്കെ പഠിച്ച് മീശ എടുക്കൂല കേട്ടോ, മീശ എടുക്കില്ല, താടിയൊക്കെ പഠിച്ച് ഒന്ന് വൃത്തിയാവാമെന്ന് വിചാരിച്ച്. അപ്പം ഏതായാലും ഇപ്പം സമയം എത്രയായി? 9:45. യഥാർത്ഥത്തിൽ 9:45 ടൈം. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഇനി നാളെ കോളേജിൽ പോകണം, അപ്പം പിന്നെ താടി പഠിച്ചാലേ പറ്റുള്ളൂ, താടി പഠിക്കണം, താടി പഠിച്ച് വെറൈറ്റി ആയിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് താടിയൊക്കെ പഠിച്ച് സുന്ദരനായി ഇരിക്കുവാണ്. സുന്ദരനാണെന്ന് എനിക്ക് തോന്നുന്നത്, സുന്ദരനായി ഇരിക്കുവാണ്. ജൂനിയേഴ്സ് വന്നുകൊണ്ടല്ല കേട്ടോ, ഈ കാര്യങ്ങളൊന്നും ജൂനിയേഴ്സ് വന്നത് കൊണ്ടേ അല്ല, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. അപ്പം ഏതായാലും നമുക്ക് കണ്ടന്റിലേക്ക് വരാം. അപ്പോൾ ഞാൻ അന്ന് നിങ്ങളുടെ അടുത്ത് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ ഫേസ് ചെയ്ത ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയാനുണ്ടെന്ന്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു, ഞാൻ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങിച്ചിരുന്നു, 800 വാങ്ങിച്ച ഒരു സ്മാർട്ട് വാച്ച്. അതായത് ആ സ്മാർട്ട് വാച്ച് നോയ്സിൻ്റെയാണ് സാധനം. അപ്പം നോയ്സ് ഫിറ്റ് ഫോഴ്സ് പ്ലസ് എന്നാണ് അതിൻ്റെ പേര്. അതിനു മുമ്പേ ഈ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഇട്ടേക്കുകയാണെങ്കിൽ ഞാൻ ഇനി മുതലിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ. അപ്പം അങ്ങനെ ആയിരുന്നു. ഞാൻ ഒരു നോയ്സ് ഫിറ്റ് ഫോഴ്സ് പ്ലസ് എന്ന് പറയുന്ന നോയ്സിൻ്റെ ഒരു വാച്ച് വാങ്ങിച്ചു, ഒരു ഓഫറിൽ വാങ്ങിച്ചു. അപ്പം ഓഫറിൽ വാങ്ങിച്ചു, ഒരു കുഴപ്പമില്ലായിരുന്നു വാച്ചിന് ഒരു കുഴപ്പമില്ല. കുറച്ച് നാളത്തെ യൂസ് കഴിഞ്ഞപ്പം ഞാൻ ആ റഗ്ഡ് വാച്ച് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷേ അത് തറയിട്ടാലും വെള്ളത്തിലിട്ടാലും ഒന്നും കുഴപ്പമില്ല. പക്ഷേ ഞാൻ തറയിലോട്ട് ഇട്ടിട്ടില്ല, വെള്ളത്തിലും ഇട്ടിട്ടില്ല, വെള്ളത്തിൻ്റെ ഒരു തുള്ളി പോലും അതിൽ വീണിട്ടുമില്ല. പക്ഷേ ഈ വാച്ച് അതിൻ്റെ ഡിസ്പ്ലേ AMOLED ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട്, അതായത് നമ്മൾ ഡിസ്പ്ലേ ഓൺ ആക്കുമ്പം ഒരു വൈറ്റ് കളർ ഇങ്ങനെ ലൈറ്റ് കത്തിയിട്ട് എന്നിട്ട് പയ്യെ നോയ്സ് എഴുതി കാണിക്കുന്നു. അതിൻ്റെ ഇൻട്രോ അങ്ങനെയല്ല, അതായത് ഡിസ്പ്ലേ ഫുള്ള് വെള്ള കളറ്, എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് നോയ്സ് എഴുതി കാണിക്കുന്നു, ഓണാവുന്നു. പിന്നെ ആ ഡിസ്പ്ലേയുടെ സൈഡിൽ കുറേ ഗ്രെയിൻസ് ആയിട്ട് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഞാൻ 800 വാങ്ങിച്ച ഒരു വാച്ചാണ്, ഞാനല്ല, അച്ഛൻ്റെ പൈസയ്ക്ക് ഞാൻ വാങ്ങിച്ച വാച്ച്, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ. കാരണം അച്ഛനും പറഞ്ഞു, മക്കളുടെ വില കുറയുന്നവർ നമുക്ക് ഓഫർ വരുന്നവർ നോക്കിയിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി ഇന്ന് 1800 രൂപയപ്പോൾ നമ്മൾ വാങ്ങിച്ചു. ഏകദേശം 4 രൂപ അടുപ്പിച്ചാവും ആ വാച്ച്. പക്ഷേ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മൾ വാറണ്ടിയൊക്കെ എക്സ്റ്റെൻഡഡ് വാറണ്ടി എക്സ്ട്രാ നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം വാച്ച് ഇപ്പോഴും വാറണ്ടി പീരീഡിലാണ് ഉള്ളത്. പക്ഷെ എന്നാലും ഞാൻ ഈ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു. ഓക്കെ, അവർ അപ്പം തന്നെ സഡനായിട്ടുള്ള അവരുടെ ആ ഒരു അപ്രോച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ ഇത് അയച്ച് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ റിപ്ലൈ വന്നു, ഓക്കെ, നിങ്ങൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് സക്സസ്ഫുള്ളി ചെക്ക് യുവർ ടിക്കറ്റ് നമ്പർ എന്നൊക്കെ പറഞ്ഞു വന്നു. അങ്ങനെ നമ്മൾ ടിക്കറ്റ് നമ്പർ നോക്കിയപ്പം അതിൽ എല്ലാം പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സംഭവം റീപ്ലേസ് ചെയ്യാനുള്ള സാധനമാണ്. അപ്പം അവർ ഇതുവരെയും അവർ ആ വാച്ച് എടുക്കാനായിട്ട് വന്നിട്ടില്ല. ഇനി വാറണ്ടി പീരീഡ് തീരുമ്പോഴാണോ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അവർ ഇതുവരെയും ആ വാച്ച് എടുക്കാനായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഞാൻ മെയിൽ അയച്ചു, ഇവർക്ക് മെയിൽ ഓപ്പൺ ചെയ്തിട്ട് പോലുമില്ല. ഇത് കുറേ തവണ, അതായത് മെയിൽ ഞാൻ ഒരു തവണ അയച്ചുള്ളൂ. പക്ഷേ ഈ കംപ്ലൈൻറ്റ് നമ്മൾ 2-3 തവണ രജിസ്റ്റർ ചെയ്തു. പക്ഷേ അവരുടെ യാതൊരു അപ്രോച്ചസോ ഇല്ല എന്ന് ഞാൻ ഉറച്ച് പറയുവാണ്. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്തോ എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുവാണ് ഈ വാച്ചിൻ്റെ കാര്യം. ഈ വാച്ച് ഇപ്പം എനിക്ക് എത്രത്തോളം വിഷമമുണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്ന് പറയുമ്പം ഇത്രയും നോക്കിയിരുന്ന് വാങ്ങിച്ച വാച്ചല്ലേ, അപ്പം അതിനെന്തെങ്കിലും പറ്റിയെന്നൊക്കെ അറിയുമ്പം ആരായാലും ഒന്ന് സങ്കടപ്പെട്ടു പോകും. അപ്പം ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി എന്താണ് നിങ്ങളുടെ അപ്രോച്ച് എന്ന് എനിക്ക് അറിയണം. ഈ വീഡിയോ എങ്ങനെയെങ്കിലും നോയ്സിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് നോയ്സിൻ്റെ ഒരു കാര്യം ഞാൻ ഉപയോഗിക്കുന്നത്, ഒരു പ്രോഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ച പ്രോഡക്റ്റ് എല്ലാം ബോട്ട് ഇതിൻ്റെയൊക്കെയാണ്. ചേട്ടനായിരുന്നു നോയ്സിൻ്റെ ഇത്. അപ്പോൾ ചേട്ടൻ
ചേട്ടന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പക്ഷേ ഈ സാധനമൊക്കെ ചെയ്തു, പക്ഷേ അവരുടെ യാതൊരു അപ്രോച്ചും ഇല്ല. സംഭവം ഇത് സത്യത്തിൽ അവർ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. പക്ഷേ ഇവർ സൈറ്റിൽ നോക്കുമ്പോൾ റീപ്ലേസിങ്ങിൻ്റെ ഓപ്ഷൻ ഞാൻ കാണുന്നില്ല. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇതുവരെ വന്ന് എടുത്തിട്ടില്ല, അത് രണ്ടാമത്തെ കാര്യം. അപ്പം എത്ര നാളെന്ന് പറഞ്ഞാണ് ഞാൻ വെയിറ്റ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് അറിയത്തില്ല. എത്ര നാൾ ഞാൻ വെയിറ്റ് ചെയ്യണം, എത്ര നാൾ കൊണ്ട് ആയിരിക്കും അവർ വരുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കിത് നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. നോയ്സിൻ്റെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് എൻ്റെ അടുത്തൊന്ന് പറയണം. എന്നാലേ എനിക്ക് വല്ലതും ഇനി അടുത്ത സ്റ്റെപ്പ് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നോയ്സിൻ്റെ വാച്ച്, സ്മാർട്ട് വാച്ചസ് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾ ആരെങ്കിലും നോയ്സിൻ്റെ സ്മാർട്ട് വാച്ച് യൂസ് ചെയ്ത് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ. എന്നാലേ എനിക്ക് എൻ്റെ വാച്ചിൻ്റെ ഇത് എങ്ങനെ സോൾവ് ആയി കിട്ടും എന്ന് എനിക്ക് അറിയത്തുള്ളൂ. പിന്നെ ഒരു പ്രശ്നം എന്ന് പറയുമ്പം സംഭവം നമ്മൾ കിളിമാനൂരിൽ നിന്നാണ് ഈ വാച്ച് പോയി എടുത്തത്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനം കിളിമാനൂരിൽ നിന്നാണ് നമ്മൾ പോയി എടുത്തത്. പക്ഷേ ഈ നമ്മുടെ ലൊക്കേഷൻ അയക്കാനുള്ള സമയത്ത് അവിടെ കടക്കലെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. പകരം കിളിമാനൂരും അതുപോലെ കൊല്ലമാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ കിളിമാനൂരാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അവർ കിളിമാനൂർ ചെന്നോന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഏതായാലും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ ഷെയർ ചെയ്തതാണ്. കൊഞ്ചം സീരിയസ് ആയിട്ട് ഇരിക്കുമെന്നല്ല, ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് സീരിയസ് ആവുന്നതാണ് കേട്ടോ. അപ്പം എങ്ങനെയെങ്കിലും ഈ വാച്ചിൻ്റെ ഈ ഒരു കാര്യം ഓക്കെ ആവുകയാണെങ്കിൽ ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കേണ്ട. അതായത് ഈ TWS നല്ല TWS ഏതാണെന്ന് നിങ്ങളൊന്ന് പറയണം. അതായത് 1000-നും 1500-നും 2000-നും ഇടയ്ക്ക് റേറ്റ് വരുന്ന നല്ല ANC ഉള്ള ഒരു ബ്രാൻഡഡ് സാധനം നിങ്ങളൊന്ന് പറയുക. ഒരു TWS എനിക്ക് വാങ്ങാനാണ്. പേഴ്സണലി ഞാൻ പറയുകയാണ്, ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്, എനിക്ക് ഇത് വാങ്ങാനാണ്. കാരണം TWS ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. ഞാൻ TWS ആണ് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ട് ഞാൻ ഇത് വയേർഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ മുമ്പുള്ള TWS അടിച്ചു പോയി ഗൈസ്. അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് TWS അത്യാവശ്യമാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഏത് TWS ആണ് നല്ലതെന്ന് പറയുക. ഞാൻ നോക്കിയിട്ട് ബോട്ടിൻ്റെ നിർവാണ അയൺ എന്നും പറഞ്ഞൊരു സൂപ്പർ സാധനമുണ്ട്, അത് 2000 രൂപയാണ്. അതും പിന്നെ വേറെ ഒരെണ്ണവും കൂടെ എനിക്ക് വേണം കമ്പാരിസൺ ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ ഒന്ന് പറയുക. ഓക്കെ, അപ്പോൾ എനിവേ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ടുഡേ ഐ എം സൈനിങ് ഓഫ്. വ്ലോഗർ കിത്തു ആൻഡ് പീപ്പിൾ കോൾ മീ VK. അപ്പോൾ നോയ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നോയ്സിനെ കുറ്റം പറഞ്ഞതല്ല, നോയ്സിനെ വിമർശിക്കുന്നതുമല്ല. പക്ഷേ നോയ്സ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല നടപടി വരേണ്ട സമയം കഴിഞ്ഞു. ഞാൻ ഉള്ള കാര്യം പറയാം. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് വന്ന് എൻ്റെ പ്രോഡക്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് പോവുക. ഞാൻ വിനീതമായി പറയുകയാണ്, എൻ്റെ പ്രോഡക്റ്റ് ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ട്. കാരണം സ്മാർട്ട് വാച്ച് ലവറാണ് ഞാൻ. സ്മാർട്ട് വാച്ച് ലവറാണ് ഞാൻ. അത് ആലോചിക്കണം, സ്മാർട്ട് വാച്ച്. അപ്പോൾ നിങ്ങൾ ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു പുതിയ സാധനം എനിക്ക് കൊണ്ടുത്താ, കുഴപ്പമില്ല, ഞാൻ പൈസ അടച്ചതല്ലേ. അപ്പോൾ ഒന്ന് കൊണ്ടു തരുന്നതിൽ ഒരു കുഴപ്പമില്ലല്ലോ. ഒന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഒന്ന് പുതിയ സാധനം കൊണ്ടുവരും നോയ്സ്. ഓക്കെ, ഇനി ദൈവമേ ഈ വീഡിയോ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു നോയ്സിൻ്റെ ഒരാൾ കാണണേ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. ഭഗവാൻ ഈശ്വര അതുള്ളേ. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. ടുഡേ ഐ എം സൈനിങ് ഓഫ്. വ്ലോഗർ കിത്തു ആൻഡ് പീപ്പിൾ കോൾ മീ VK ഗൈസ്. എനിവേ ടാറ്റ, ബൈ ബൈ ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.